എൻഗേജ്മെന്റ് വരെ കൊണ്ട് എത്തിച്ചോളൂ. എങ്ങനുണ്ട്? തലയ്ക്ക് കീപോട്ട് കൊള്ളാണ്. ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. ആ ഓഡിറ്റോറിയത്തിന് മുമ്പേ ഒരു കുരങ്ങ് ബൊമ്മ പറഞ്ഞിട്ടില്ലായിരുന്നു? അതിന്റെ വേണ്ട കിട്ടി. എന്റെ പറമ്പിൽ കയറി മാങ്ങയിൽ എറിയരുത്. പിന്നെ എന്തിനടാ ഈ പൂവൊക്കെ എറിഞ്ഞ് തൊഴിച്ചിട്ടുണ്ട്? അത് നാളെ മാങ്ങ ആവൂലടാ. ഈ പൂ എറിഞ്ഞിടാതെ ഇരിക്കണമെങ്കിൽ എന്തോന്ന് ചെയ്യണം നിനക്കൊക്കെ? എന്ത് ചോദിച്ചാൽ എന്ത് ചോദിച്ചാൽ എന്നാ നിങ്ങൾ രണ്ടാമത്തെ മോളെ എനിക്ക് കെട്ടിച്ചു തരും. മൂത്തോളെ എന്തായാലും കഷ്ടമായി പോയല്ലേടാ. സത്യം, ഇന്നൊന്നാം തീയതി ആയതുകൊണ്ട് ഇന്നലെ വാങ്ങിച്ചു വെച്ച കുപ്പിയോടാന്ന് പോലും അവൻ പറഞ്ഞില്ല. അതല്ല, പെട്ടെന്ന് പോയ പോലെ. അല്ലേലും അങ്ങനെയാണ്. നല്ലവരെയൊക്കെ നേരത്തെ വിളിക്കും, പക്ഷെ ഇവരെന്തിനാ വിളിച്ചത്? സംഭവം ശരിയാ. പക്ഷെ എന്റെ മോനെ ജർമ്മനിക്ക് വിടുവാണെങ്കിൽ തന്റെ മോനെ വിടാൻ പറ്റൂല. എന്താ ജർമ്മനിക്ക് പനി വരൂ? നീ കുറെ നാളായില്ലേ എന്റെ മോനെ പറ്റി വേണ്ട ഞാൻ പറഞ്ഞില്ലേ? എന്റെ മോൻ അത്ര മോശമൊന്നുമല്ല. എന്നിട്ട് നമുക്ക് ജർമ്മനിക്ക് പോവാം. ഓ കുരിശു കൂളൊന്നും എന്റെ കയ്യിൽ. മോനെ, നമ്മളെ ഇളയവൻ എന്തോ പറ്റിയിട്ടുണ്ട്. ഡിപ്രഷൻ, അതും ഫൈനൽ സ്റ്റേജിൽ നിന്ന് കലോത്സവം സ്റ്റേജ് വരെ എത്തിയിരിക്കുകയാണ്. അയ്യോ എന്റെ പൊന്നേ, വെള്ളം അടിക്കല്ലേ, കിട്ടി പോകുമെന്ന് ഞാൻ പറഞ്ഞതാ അവരോട്. അച്ഛാവ ആത്മഹത്യക്ക് ശ്രമിക്കുമെന്ന്. ബീച്ച് സൈഡ് മതലിനോട്ടെ വിളിക്കിരിക്കുന്നതാടാ. ഒന്നത് കുഞ്ഞിന്റെ സമ്മതല തെറ്റിയിരിക്കുക. മോനെ തിരിഞ്ഞിടാ. വയനാട്ടിൽ നീയൊക്കെ ഫോണിൽ നോക്കാനാണ് എന്തിനും എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയ? ഫോൺ നോക്കാതെ എന്തെങ്കിലും സംസാരിച്ചാണ്. എന്നും നിന്റെ മൊബൈലിൽ കാണുന്നത് എന്തോ സംസാരിക്കായി. മുഖം മാറ്റി, ഇനി സംസാരിക്കും. വലിയ നിനക്ക് ഫോണിനെ പറ്റി എന്തറിയാണ? കണക്കണാ ഞാനേ മൊബൈൽ ടെക്നീഷ്യനാ. മൊബൈലിനെ പറ്റി പഠിച്ചവനാ. അത് ഇളക്കി ഊരി അതിന്റെ ഫുള്ള് റൂട്ട് മാപ്പ് വരെ എനിക്കറിയാം. നമ്മക്കും അറിയടാ സിമ്മൂരി ഇളക്കി ഇടാൻ. ഇത്ര അറിവുള്ള വ്യക്തിയാണെന്ന് അറിഞ്ഞില്ല. വാ നമുക്ക് സംസാരിക്കാം. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി കാര്യങ്ങൾ പറ. എന്തൊക്കെയുണ്ട്? സുഖം. അവിടെയോ? എന്റെ പൊന്നനിയ അവനവന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചേരാൻ യാതൊരു താല്പര്യമില്ല. അങ്ങനെയാണ് എന്റെ പൊന്നു വക്കീൽ ബ്രോ. ഞാൻ അവളെ കൊണ്ട് വിളിച്ചോടും, അല്ലെ അവളെ എന്നെ കൊണ്ട് വിളിച്ചോടും. നീ ഒളിച്ചോടുവാ. എന്റെ പൊന്നുണ്ടാക്കണ്ട വക്കീലെ. ഉണ്ണിക്കണ്ണ വക്കീല്. അത് തന്നെ. ഈ ജോലിയും കൂലി ഇല്ലാത്തവനൊന്നും ഞാൻ മകളെ കടിച്ചു കൊടുക്കൂല. ആരാ പറഞ്ഞ ജോലി? എന്താ നിന്റെ ജോലി? കൂൾ ബിസിനസ്. ബിസിനസ്? ഈ കൂളിന്റെ ബിസിനസ്. എടോ, അത് IPC സെക്ഷൻ പ്രകാരം ഭയങ്കര കുറ്റമാണ്. അതേ സെക്ഷൻ പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കണം. നോട്ടീസ് എന്റെ കമ്മിറ്റിയുടെ കേസാണ്. വക്കീലെ, ഇവൻ ഞങ്ങളുടെ ജാതി പോലും അല്ല ഒന്നാമത്. ജാതി പറയാതെ എന്റെ പൊന്നു കൊണ്ട വക്കീലെ. വക്കീലെ, അങ്ങനെ ജാതി പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇത് കൂടി ജാതി ആളുകളാണ്. അതേ ജാതി. നമ്മൾ ജാതി ആളുകളാണ്. പാലക്കുറ്റിയായിട്ട് ഞാൻ തിരിക്കും. ഏതാ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇത് ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് പടക്കമായിട്ട് വന്ന് ഗുണ്ട് തുരുന്നാണ്. എടാ, നിനക്കൊക്കെ രാത്രി ഇട്ട് പൊട്ടിച്ചോളൂ. ഈ രാവിലെ ഇട്ട് ഉണ്ടാക്കുന്ന ഇത് വേറെ സാമ്പിൾ. രാത്രി പെരിയ ഗുണ്ട് അമിട്ടില്ലായിരുന്നു. നീ നിന്റെ വീട്ടിൽ പോയി വിട്ടാ എപ്പോഴും ഒരാളൊക്കെ നടന്നെങ്ങനെ ഒരു വെറൈറ്റി പിടിച്ച് എങ്ങനെയുണ്ട്? 2010 പെൻസിൽ ഫിറ്റില്ലേ? എടാ പെമ്പിള്ളാരും വല്ല ഈ ലെഗിൻസ് എടുത്തില്ലല്ലോടാ. എന്ത് നിർത്തി അടിക്കില്ല. ഒന്ന് പോടാ. ഇതെന്നുള്ള ഗുണാക്കിയ ഭാഷേ. സർപ്രൈസ്. നാളെ വന്നാ സർപ്രൈസ് ആവില്ലല്ലോ. വാ അത്തോട്ടോ. ഏട്ടാ, ഇതെന്റെ കൊളീഗ് ജിത്തു. മാധവ് ജി. എന്തൊരു അവക്ക് മാത്രമേ ഉള്ളൂ ഈ ഒപ്പനയൊക്കെ. നീ വന്നേ. നമുക്ക് ഹണി കേക്ക് ഉണ്ടാക്കാം. ഓ, ഇറങ്ങി കഴിഞ്ഞാണോ ഹള്ളു? ആരായിട്ട് ഒരു ഷർട്ടും പാൻറ് ഏട്ടത്തിലൂടെ പോയല്ലേ? നീ വന്നേ. ഒന്നും വേറെ പണിയൊന്നുമില്ലല്ലോ. ഒറ്റയ്ക്ക് മധുമതി, എന്താ എന്താ ചെയ്യുന്നേ? നീ ഇരിക്കുന്നു. വീട്ടിൽ വന്ന ഗസ്റ്റിനെ പിന്നാമ്പുറത്താണോ നിർത്തുന്നത്? അയ്യോ, ഞാനിവിടെ ഭയങ്കര കംഫർട്ടബിളാ. ഇത് മാധവേട്ടൻ അനിയനാ. എടാ, 2 പേർ പാല് കുടിച്ചിട്ടാണോ? ഈ പഞ്ചായത്തിൽ നിന്ന് പാല് വന്നിട്ടില്ല, വന്നെല്ലാം പിരിഞ്ഞുപോയി.
എന്നാ നീ നമ്മുടെ പശുവിന്റെ പാലർക്ക്. എനിക്കിപ്പോ പശുവിന്റെ അകടി പിടിക്കാൻ ഒരു മൂടില്ല. അല്ല പാലിറക്കാൻ ഒരു മൂടില്ലെന്ന്. അതൊന്നും വേണ്ട, സാരമില്ലെന്നേ, നമുക്ക് പിരിക്കാം. നിങ്ങളവനെ പിടിച്ച് മാറ്റില്ലേ, രാത്രി ബെഡ്ഷീറ്റ് കാണും.